ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിൽ കയറി വ്യാപക നാശം വിതച്ചു. ഇന്നലെ രാത്രി വടക്കൻ മനോജിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ അക്രമം നടത്തിയത്. തെങ്ങ്, വാഴ, കവുങ്ങ്, കരിമ്പ്, നാരകം എന്നിവ ഉൾപ്പെടെയുള്ള കൃഷികളാണ് പൂർണ്ണമായും നശിച്ചത്. മനോജിന്റെ കൃഷിയിടത്തിൽ നാശം വിതച്ചതിന് പിന്നാലെ സമീപത്തെ ജിജോ ജോയിയുടെ കൃഷിയിടത്തിലേക്കും കാട്ടാനക്കൂട്ടം കടക്കാൻ ശ്രമിച്ചു. എന്നാൽ കൃഷിയിടം ചുറ്റി സ്ഥാപിച്ചിരുന്ന സോളാർ തൂക്കുവേലിയിൽ തട്ടി ഷോക്കേറ്റതോടെ ആനകൾ പിൻവാങ്ങുകയായിരുന്നു. ഇതോടെ വലിയ ദുരന്തമാണ് ഒഴിവായത്. അതേസമയം പ്രദേശത്തെ മണ്ണുകളെല്ലാം ഇളക്കിമറിച്ച നിലയിലാണ്. കർണാടക വനമേഖലയിൽ നിന്നെത്തുന്ന കാട്ടാനകൾ തേജസ്വിനി പുഴ കടന്നാണ് പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയും ഇതേ കൃഷിയിടത്തിൽ ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. രാജഗിരി നഗർ പ്രദേശത്ത് നേരത്തെ ഭീതി വിതച്ചിരുന്ന കാട്ടാനകൾ ആളുകൾ താമസം മാറിയതോടെ ഇപ്പോൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കേരള കർണാടക അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലികൾ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതെന്നും ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കൃഷിനാശത്തിന് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുമായി അധികൃതർ ത്വരിത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ.